നിരസിച്ചതിനെ തുടർന്ന് യുവതിയെ കത്തികൊണ്ട് കുത്തി കൊല്ലാൻ ശ്രമിച്ച പ്രതിയെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം എസ്.ഐ യാസർ എ.എമ്മിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പാലക്കാട് വെച്ച് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 29-ന് മലപ്പുറം പെൻഷൻ ഭവൻ റോഡിൽ വെച്ച് യുവതിയെ കുത്തി പരിക്കേൽപ്പിച്ച പ്രതി പാലക്കാട് ചിറ്റൂർ സ്വദേശി 25 വയസ്സുകാരൻ അശ്വിനാണ് പോലീസിന്റെ പിടിയിലായത്. കൃത്യം നടത്തിയതിനു ശേഷം രക്ഷപ്പെട്ട പ്രതി മൈസൂർ, ബാംഗ്ലൂർ, ഗോവ എന്നിവിടങ്ങളിൽ ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു. പ്രതിയെ കണ്ടെത്തുന്നതിനായി പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സംസ്ഥാനത്തും സംസ്ഥാനത്തിന് പുറത്തും അന്വേഷണം നടത്തി വരികയായിരുന്നു. സൈബർ സെല്ലിന്റെയും മറ്റും സഹായത്തോടെ ആയിരക്കണക്കിന് ടെലിഫോൺ കോളുകളും മറ്റും പരിശോധന നടത്തിയാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവതി പ്രണയാഭ്യർത്ഥന നിരസിച്ചതാണ് പ്രതി ആസൂത്രിതമായി യുവതിയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ആക്രമിച്ചതെന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ നിന്നും മനസ്സിലായി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മലപ്പുറം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ യാസിർ എ.എം, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രജീഷ്, പ്രമോദ്, സിറാജ്, സിവിൽ പോലീസ് ഓഫീസർ ദ്വിതീഷ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നത്. വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന് പിന്നാലെയായിരുന്നു യുവതിയെ കുത്തി പരിക്കേൽപ്പിച്ചത്. ഇന്നലെ രാവിലെ 9:15 മലപ്പുറം പെൻഷൻ ഭവൻ റോഡിലാണ് ആക്രമണം നടന്നത്. സംഭവശേഷം ബൈക്കിൽ രക്ഷപ്പെട്ട പ്രതിയായ പാലക്കാട് നല്ലേപ്പള്ളി സ്വദേശി അശ്വിനായി തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. തലയിലും കഴുത്തിലും ഇടത് കൈയിലും പുറത്തും ഗുരുതരമായി പരിക്കേറ്റ 28-കാരിയായ മുണ്ടുപറമ്പ് പണ്ടാരത്തൊടിയിലെ ചെമ്മല വീട്ടിൽ സുരേഷ് ബാബുവിന്റെ മകൾ അപർണ മലപ്പുറം സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടി. മലപ്പുറത്തെ ഇങ്കൽ സിറ്റിയിലെ ഓഫീസിലായിരുന്നു ഇരുവരും ജോലി ചെയ്തിരുന്നത്. നിരവധി തവണ അശ്വിൻ യുവതിയോട് വിവാഹാഭ്യർത്ഥന നടത്തിയെങ്കിലും നിരസിക്കുകയായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അശ്വിൻ മറ്റൊരു സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിച്ചെങ്കിലും വിവാഹാഭ്യർത്ഥന നടത്തുന്നത് തുടർന്നു. ശല്യം സഹിക്കാതെ യുവതി പോലീസിൽ പരാതി നൽകുകയും ഒരാഴ്ച മുൻപ് പോലീസ് അശ്വിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. തുടർന്ന് ജോലി സ്ഥലത്തേക്ക് സ്കൂട്ടറിൽ പോവുകയായിരുന്ന യുവതിയെ ബുള്ളറ്റിലെത്തിയ യുവാവ് തടഞ്ഞു നിർത്തി ബലമായി ഹെൽമറ്റ് മാറ്റി ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിന് ഉപയോഗിച്ച കത്തി സംഭവ സ്ഥലത്തു നിന്നും കണ്ടെടുത്തു. സബ് ഇൻസ്പെക്ടർ എ.എം യാസറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ഭാരതീയ ന്യായ സംഹിത നിയമപ്രകാരം തടഞ്ഞുവെക്കുക, ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക, വധശ്രമം വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.